ചൈനയുടെ എല്ലാ നീക്കങ്ങളും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിനിടെയാണ് ചൈന രഹസ്യമായി ആണവ പരീക്ഷണം നടത്തുന്നുവെന്ന് US അറിയിച്ചത്. 2020-ൽ ചൈന ആണവ പരീക്ഷണം നടത്തിയെന്നും നൂറുകണക്കിന് ടൺ ആണവ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾക്ക് ചൈന തയ്യാറെടുക്കുകയാണെന്നും US അന്താരാഷ്ട്ര സുരക്ഷാ സെക്രട്ടറി തോമസ് ഡിനാനോ ജനീവ കോൺഫറൻസിൽ വെച്ച് പറഞ്ഞു. റഷ്യയെയും ചൈനയെയും ഉൾപ്പെടുത്തി ത്രികക്ഷി ആണവ കരാർ ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ചൈനയുടെ രഹസ്യമായ ആണവ പരീക്ഷണം അന്താരാഷ്ട്ര കരാറുകളുടെ ലംഘനമാണ്. ഇത് ചൈനയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഇക്കാര്യങ്ങളൊക്കെ ലോകത്തിനു മുൻപിൽ മൂടിവെക്കുകയാണ്. തോമസ് ഡിനാനോ പറഞ്ഞത് ഇങ്ങനെയാണ്: അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായ അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ടിന്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു. ഇതോടെ ആഗോളതലത്തിൽ പുതിയൊരു ആയുധ മത്സരത്തിനാണോ തുടക്കം കുറിച്ചിരിക്കുന്നതെന്നും ആശങ്ക ഉയരുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ആരോപണങ്ങളെ ചൈന തള്ളിക്കളഞ്ഞു. ആണവ വിഷയങ്ങളിൽ എല്ലായ്പ്പോഴും തങ്ങൾ ഉത്തരവാദിത്തത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് ചൈനീസ് അംബാസിഡർ ഷെൻ ജിയാങ് വാദിച്ചു. US തുടരുന്ന ഇത്തരം പ്രസ്താവനകൾ ചൈന ശ്രദ്ധയോടെയാണ് കാണുന്നത്. ഇത്തരം തെറ്റായ കാര്യങ്ങളെ ചൈന ശക്തമായി എതിർക്കുന്നു. ആയുധ മത്സരം രൂക്ഷമാകാൻ കാരണം അമേരിക്കയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2020-ൽ ചൈന രഹസ്യമായി നിരവധി ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്ന US-ലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ വാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. റഷ്യയുമായുള്ള ആണവ ഉടമ്പടി അവസാനത്തിന് തൊട്ടുപിന്നാലെ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ നിരായുധീകരണ സമ്മേളനത്തിലാണ് ആയുധ നിയന്ത്രണത്തിനും അന്താരാഷ്ട്ര സുരക്ഷയ്ക്കുമുള്ള US അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തോമസ് ഡിനാനോ ചൈനയെക്കുറിച്ച് പ്രസ്താവനകൾ നടത്തിയത്. ചൈന ആണവ സ്ഫോടന പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് വെളിപ്പെടുത്താൻ കഴിയും. അതിൽ നൂറുകണക്കിന് ടൺ ഉൽപാദനക്ഷമതയുള്ള പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായും ഡിനാനോ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. റഷ്യയുമായുള്ള പുതിയ സ്റ്റാർട്ട് ഉടമ്പടി ഈ ആഴ്ച അവസാനിച്ചതിനെ തുടർന്ന് ആണവായുധ നിയന്ത്രണ കരാറുകൾ പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പുതിയ സ്റ്റാർട്ട് 2010 ഒപ്പുവെച്ചുവെന്നും ഒരു ആണവശക്തി അരനൂറ്റാണ്ടിലേറെയായി കാണാത്ത അളവിലും വേഗത്തിലും അതിന്റെ ആയുധ ശേഖരം വികസിപ്പിക്കുകയും മറ്റൊരു ശക്തി ന്യൂ സ്റ്റാർട്ടിന്റെ നിബന്ധനകളാൽ നിയന്ത്രിക്കപ്പെടാതെ വിപുലമായ ആണവ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നതിനെതിരെയാണ് ഡിനാനോയുടെ പ്രതികരണം. ചൈനീസ് പരീക്ഷണം നടന്നതായി ആരോപിക്കപ്പെടുന്ന സമയത്ത് ആണവായുധ പരീക്ഷണ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരീക്ഷണ സംവിധാനം ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല. ചൈനയുടെ അംബാസിഡർ ഷെൻ ജിയാങ് പറഞ്ഞത് ഇങ്ങനെയാണ്: ആണവ വിഷയങ്ങളിൽ ബീജിംഗ് എല്ലായ്പ്പോഴും വിവേകത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ US ചൈനയുടെ ദേശീയ പ്രതിരോധ ശേഷികളെ വളച്ചൊടിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് ജെയിന്റെ വാദം.